യാരത്? കൊമ്പക്കാട് പോയ വാതിലോർക്കെ പിന്നക്ക് വെള്ളിയാഴ്ച അതെന്നെ പറഞ്ഞ വാതിലോർക്കെ ജുമാക്ക് പോകാൻ നേരായി. ഉന്നെ കൊന്ന് അന്റെ രക്തത്തിൽ കുടിച്ച് ഒപ്പന ഡാൻസ് ആടുവേ. അന്റെ ഉമ്മ കുറ്റിപ്പുളിയെ സൈനവ ചാച്ചി നടന്നിട്ടില്ല, പിന്നെ ലജ്ജ് ഇടക്ക് പോണം. എനിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റില്ല. രണ്ട് താര രാജാക്കന്മാരെ വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. കൊമ്പങ്കാട് കോയിൽ കുഞ്ഞാപ്പൂ വേദിയിലേക്ക് വരികയാണ്. പ്രിയമുള്ളവരെ, ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളത് തീർച്ചയായിട്ടും ലാല പറഞ്ഞിട്ടുണ്ട് പലതവണയായിട്ട്. ശിഖു ആവർത്തിച്ച കാര്യം കൂടെ, കുട്ടികളാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത്. ആ കുഞ്ഞുങ്ങളാണ് ഇവിടെ എത്തിച്ചെന്നുള്ളത്. പ്രിയപ്പെട്ട ഉസ്മാൻ, നല്ല അസാധ്യ കലാകാരനും കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്തായാലും നല്ലൊരു കൈ കൊടുക്കോ. നമ്മുടെ രണ്ട് താരങ്ങൾക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ലാല മലപ്പുറം, നസീർ ഷിഖു. മോൾട്ടിന്നില്ലേ? മോൾട്ടി പരിപാടി ഉണ്ടായിരുന്നു അല്ലേ? മോൾട്ടി ഉണ്ടായിരുന്നു, ഓള് ഷൂട്ട് കഴിഞ്ഞ് പോയി. ഓക്കെ. മോൾട്ടിന് ഇടയ്ക്ക് ഇതുപോലെ പരിപാടികളൊക്കെ കാണുന്നത്. മോൾട്ടി നല്ലൊരു അവതാരം കൂടിയാണ്. എന്തായാലും എത്തിച്ചു ചേർന്നിട്ടുള്ള നമ്മുടെ ലാല മലപ്പുറത്തിനും നസീർ ഷിഖും, അപ്പുറത്ത് എലിയാസ്, നമ്മുടെ സ്വന്തം കൊമ്പങ്കാട് കോയക്കും കുഞ്ഞാപ്പിനും നല്ലൊരു പട്ടക്കം പൊടുന്ന കയ്യിൽ കേൾക്കണം. ഉഷാറായിട്ട് വന്ന. ഓക്കെ ലാല, പ്ലീസ് രണ്ടു വാക്കൊന്ന്. എന്താണ്, സുഖല്ലേ? സുഖല്ലേ? കൊമ്പങ്കാട് കോയ, അസ്സലാമു അലൈക്കും. അപ്പൊ അച്ഛണ്ട്. എന്തായാലും നമസ്കാരം. സെമ ഹൈപ്പർ മാർക്കറ്റിന്റെ ഇനാഗ്രേഷന്റെ ഭാഗമായിട്ട് ഇവിടെ വരാൻ സാധിച്ചതിലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന മുത്തുമണിയാളെ രണ്ടാമത് കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. കാരണം ഒന്നാമത് ഇപ്പോൾ അടുത്ത് നമ്മൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ അടുത്തൊരു ഇനാഗ്രേഷൻ കഴിഞ്ഞ് പോയിട്ടുണ്ട് ഇവിടുന്ന് അടുത്ത്. അപ്പോൾ എൻ്റെ അതന്നെ മോഡലിൻ്റെ ഫാൻസിൻ്റെ ആ തോൽക്കറിയാം. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് ഞാൻ ഇടയ്ക്ക് എല്ലാ സ്റ്റേജിലും പറഞ്ഞതാണ്, നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ സ്റ്റേജിൽ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത്ര റിസ്ക് എടുത്ത് നല്ല കണ്ടന്റ് കൊടുത്തിട്ട് നല്ല വീഡിയോസ് ചെയ്യുന്നത്. അത് നിങ്ങളെ സപ്പോർട്ട് കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ഓരോ വിരലടയാളാണ് ഞങ്ങളെ ഈ നൃത്തത്തിൻ്റെ അർത്ഥമുള്ളത്. ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ വീണ്ടും നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരും. സപ്പോർട്ട് ചെയ്യുക, സഹകരിക്കുക. സപ്പോർട്ട് ചെയ്യൂലേ? അപ്പോൾ നമുക്ക് തമിഴ്ത്തിയിട്ട് പോവാം. ഓക്കെ, കളറാക്കാം. കുഞ്ഞാപ്പു അടി കിട്ടി ആകെ ശോഷിച്ചിട്ടുണ്ട്. കുഞ്ഞാപ്പൂന് എന്താ പറയണ്ടത്? മൈക്ക് കേടാവുന്നു, നോക്കാം. അസ്സലാമലൈക്കും. സുഖല്ലേ? കൊമ്പങ്ങാട് തറവാട്ടുന്ന കുഞ്ഞാപ്പു. മാന്യ സദസ്സിന് വന്ദനം. അങ്ങനെ തന്നെയല്ലേ പറയല്. ഇച്ച് മോണായിട്ടൊക്കെ അറിയുള്ളൂ. സ്റ്റേജിൽ എന്നിട്ടൊന്നും അത്ര ഇതില്ല. വന്നത് എന്തിനാ വെച്ച് കഴിഞ്ഞാൽ ഉഷാറാക്കാനാണ് അല്ലേ? അപ്പൊ കരോക്കെ വേണ്ട, ട്രൂപ്പുകളൊക്കെ ഉണ്ട്, ചെക്കന്മാരൊക്കെ ആയിട്ട്. പാട്ട് പാടുന്നോ? അതാണോ ഇവിടെ പാട്ട് നടന്നെങ്കിലേ അപ്പൊ പാടാൻ വെക്കുമല്ലോ ഇവിടല്ലേ? പിന്നെ എന്തിന് ഞങ്ങൾക്ക് പാടാൻ വെച്ചല്ലോ. എന്നാ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം. അവിടെ പാടിയെന്നോ? നമ്മളെ കൊമ്പങ്ങാട് തറവാട്ടിലൊരു പാട്ടുണ്ട്, പാടാം. അത് മതിയോ? ഉറപ്പം പാടോ? ഉറപ്പാണോ? എടി കൊമ്പങ്ങാട് കോയ അവളിപ്പച്ചിന്റെ സൈന കൊമ്പത്തിരുന്ന് പാടേണ് കുഞ്ഞാപ്പൂ. അതാണ്. ഞങ്ങൾക്ക് ഇങ്ങനെ തന്നെ ഒരു കയ്യടി അടിച്ചാണ്. അപ്പോ ആ പാട്ട് കഴിഞ്ഞു. ഇനി അടുത്ത പദ്യം ചൊല്ലലാവാം അല്ലേ? പദ്യം ചൊല്ലാലോ? ഒപ്പം പാടുവോ? ഉറപ്പോ? അക്കരെ കാവില് ചക്കര മാവില് കാക്കച്ചിക്കണ്ണിനു കല്യാണം. ചുണ്ടലി അവിടെ എന്തുണ്ടടി? അവൻ്റെ എന്റെ അടി ഇത് മാറുന്നു. ഒരു തൊഴിലില്ലാതെ ഓണടിച്ചത് മസാറക്കലി. എന്താ വേണ്ട നിങ്ങൾ പറയും. നിങ്ങൾ പറയണ നമ്മൾ ചെയ്യും. രണ്ട് പാട്ട് പാടി. പാട്ട് ഇവര് പാടില്ലേ? മാക്രിയോ? പടച്ച മുക്രിയോ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നമ്മളുടെ വീഡിയോസുകളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ഏതാന്ന് പറഞ്ഞാൽ സൈനന്റെ പറ്റിയാ? പാവാണ്. സൈനന്റെ ഒപ്പോ ചെറുതാണ്. ആരാ സൈന? അതല്ല ബള്. ഏതാളെ? കോയന്റെ കാമുകിയത്
പറയ് ഏത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായത്? മണിച്ചിത്രത്തായോ? ആ അത് പറഞ്ഞു. നേർക്കോലിയോ? നേർക്കോലി തവളയൊക്കെ വീഡിയോയിൽ കണ്ടാൽ മതി നിങ്ങള്. അതിന് തവള ഇതുവള ഇങ്ങനെ തവള തൊപ്പിയൊക്കെ വേണ്ടേ? അല്ലാത്ത തവള എന്താ ഈ ഒച്ചന്നല്ലേ എനിക്ക് തവള? എന്നാ ഞാൻ പറയാം, എനിക്ക് ഇഷ്ടമായിട്ടുള്ള വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാൻമണി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അത് നേരത്തെ പറയണേ, അത് ഞാനാ പറഞ്ഞത്. അപ്പോ അതിന്റെ 2 ഡയലോഗ് എടുത്ത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ? ഉറപ്പ്? നോക്കല്ലേ? ആ ഒക്കെ ഉണ്ട്. തുടങ്ങല്ലേ? ആ ആ യാരത്? കൊമ്പക്കാട് പോയ വാതിലോർക്കെ പിന്നക്ക് വെള്ളിയാഴ്ച. അതെന്നെ പറഞ്ഞ വാതിലോർക്കെ ജുമാക്ക് പോകാൻ നേരായി. കുണ്ണെ കൊണ്ണ് അന്റെ രക്തത്തിൽ കുടിച്ച് ഒപ്പന ഡാൻസ് ആടുവേ. അന്റെ ഉമ്മ കുറ്റിപ്പുളിയെ സൈനവില്ലാത്തി നടന്നിട്ടില്ല, പിന്നെ ലജ്ജ്. എനക്ക് പോണം, എനിക്ക് വീട്ടിലെ നിൽക്കാൻ പറ്റില്ല, എനിക്ക് പോണം. നിങ്ങൾ അടി മാത്രമേ മിസ്സായിട്ടുള്ളൂ, നല്ലൊരു കയ്യടി എന്നാ മതി. കാരണം ഇതെന്തോ നമ്മൾ തച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ പോവും, അതുകൊണ്ട് അടി ഒഴിവാക്കി. താങ്ക് യു. നല്ല കൈ കൊടുത്തേ. എന്തേ സംശയം ഉണ്ടോ? നിങ്ങൾ സ്കൂളിലൊന്നും പോയിക്കാണ്ട് ഇങ്ങനെ ചെയ്യലുണ്ടോ? അല്ലല്ലോ. ആ എന്നാ മതി. പൂമ്പാറ്റ പോണവർ ഇങ്ങനെ പോണൊക്കെ കൊള്ളാതെയാണ്. സഭാ ഹൈപ്പർ മാർക്കറ്റിന്റെ പ്രൗഢമായ ഉദ്ഘാടന സെഗ്മെന്റിനോടനുബന്ധിച്ച് നടക്കുന്ന ഈ ഒരു പരിപാടിയിലേക്ക് എത്തിച്ചേർന്നവർക്ക് നല്ലൊരു കയ്യിൽ കൊടുക്കണം നിങ്ങൾ ഉഷാറായിട്ട്. കണ്ടേ? ഇനി ലാല, നമ്മുടെ ഇവിടെ 2 ഗിഫ്റ്റുകളുണ്ട്. ഇവിടെ 2 ആളുകൾക്കുള്ളതാണ്. നിങ്ങൾക്ക് തീരുമാനിക്കുക ആർക്ക് കൊടുക്കണം എന്നുള്ളത്. അവരെ കൊണ്ട് പാട്ട് പാടിപ്പിക്കുക, എന്ത് വേണം നിങ്ങൾക്ക് ചൂസ് ചെയ്ത് തന്നിരിക്കണം. നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കുവാൻ? നിങ്ങൾക്ക് എങ്ങനെ കണ്ടുപിടിച്ചു ചോദിച്ചിട്ടോ അല്ലെങ്കിൽ അവരെ കൊണ്ട് അവതരിപ്പിച്ചിട്ടോ നിങ്ങളുടെ കഥാപാത്രങ്ങളെ കുറിച്ച് ചോദിച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, എന്നാൽ നമുക്ക് ഒരു ചെറിയ ഒരു ചോദ്യം ചോദിക്കാം. കുട്ടികൾ ഇതിൽ സജീവമായാൽ മതി, വലിയൊരു സജീവമായാൽ അവർക്ക് അറിയാതാണ്. എല്ലാവർക്കും പറയാത്ത കുട്ടികൾ എല്ലാവരും വലിയൊരു ഒറ്റയടിക്ക് പറഞ്ഞ് കളിച്ച് കൊടുക്കുക, സമ്മാനം ആകുമെന്നുള്ളൂ. എനിക്ക് ഇന്ന് തന്നെ അടി ഒഴിവാവില്ല എന്നൊക്കെ തോന്നുന്നു. 1 മുതൽ ശ്രദ്ധിച്ച് കേൾക്കണം. 1 മുതൽ 100 വരെ എണ്ണുമ്പോൾ എത്ര 9 ഉണ്ട് അതിൽ? 9 എത്ര ഉണ്ട്? ഞാനിതിൽ മുകൾക്ക് കയറ്റുങ്ങൾ എന്നിട്ട് അതിന് ഓരോന്ന് എണ്ണി പറഞ്ഞിട്ടുണ്ട്. 1 മുതൽ 100 വരെ എണ്ണുമ്പോൾ അതിൽ എത്ര 9 ഉണ്ട്? നല്ല സമ്മാനം ഉണ്ട് കേട്ടോ. ഉത്തരം പറഞ്ഞോർക്കിതാ ആ സമ്മാനം കണ്ടുകൊടുക്ക്. ഇതൊക്കെ നിങ്ങൾക്ക് വേണ്ടിട്ട് കുഞ്ഞാപ്പോ ഇടപെടേ ജടപടല്ല കുഞ്ഞാപ്പോ. ഒരു ആർക്കും ഉത്തരം പറയാം. ഒരു അമ്മുമ്മ 206 കൊട്ടയിൽ ചോറ് വിളമ്പി. അതിന് 3 കൊട്ട അപ്പുറത്തെ വീട്ടിൽ കൊടുത്തു, 3 കൊട്ട കോയന്റെ കൊച്ചിന്റെ വരിക്കും കൊടുത്തു. ബാക്കി എത്ര കൊട്ട ഉണ്ടാവും? 300 കൊട്ടേ. പൂജ്യം പറഞ്ഞ ഫാസ്റ്റ് ഇയാളാണ്. ഉത്തരം കറക്റ്റാണോ ഇല്ലെന്ന് എനിക്കറിയില്ല. അവിടെ വെക്കട്ടെ. ഒരു മിനിറ്റ് നിൽക്ക്. പൂജ്യാണോ? എന്താ പൂജ്യത്തിലിട്ട? ഞാൻ പറയാം, ഞാൻ ഒന്നും കൂടി ചോദിക്കാം. ഒരൊട്ടം കൂടി ചോദിച്ചു എത്ര പറഞ്ഞോ? ചോദ്യത്തിന്റെ ഉത്തരം എങ്ങനെയാന്നുള്ളതാണ്. 206 കൊട്ട ചോറ് കളഞ്ഞു. കറക്റ്റ്. 3 കൊട്ട അപ്പുറത്തേക്കും 3 കൊട്ട അപ്പുറത്തേക്കും കൊടുത്തു. നല്ല കൈ കൊടുത്തേ. പ്ലീസ് ഒന്ന് ഹോൾഡ് ചെയ്യണേ. നമ്മുടെ ഫോട്ടോഗ്രാഫേഴ്സിന് വേണ്ടി ഒന്ന് ഹോൾഡ് ചെയ്യണേ. അങ്ങനെ അടി കെട്ടി എന്തായി? മൊമെന്റോയും കിട്ടി. അതെ. നല്ല കൈയുടെ ഒന്ന് ഉഷാറടിക്കേ കേട്ടെ. കൈയടി